എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഡയറ്റ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ഇതേ രാവിലെ എനിക്ക് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു ചായ കുടിക്കാനായിട്ടോ പോണത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പൂളിലേക്കൊന്നും പോയിട്ടില്ലേ, കാരണം നമ്മൾക്ക് 8:30 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിലാണ് ഫുള്ളായിട്ട് കറങ്ങി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പൂളിലൊന്നും പോയില്ല. തേജു ഓൾറെഡി അവരുടെ കൂടെ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാ തേജുവിനെ കാണാഞ്ഞത്. പിന്നെ ഞങ്ങൾ വേഗത അവിടെ എത്തി. തിരക്കില്ല കേട്ടോ, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പൂളിൽ ഒക്കെ കുളിച്ച് കയറുമ്പോഴേക്കും നല്ല തിരക്കാടുന്നു കേട്ടോ ഇവിടെ. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി മൊത്തം എല്ലാ ഫാമിലീസും വന്ന ടൈമായിട്ടോ 10-11 മണിക്കാവുമ്പോൾ. പക്ഷേ ഈ ഒരു 8 മണി 8:30 എന്ന് പറയുമ്പോൾ എല്ലാവരും റെസ്റ്റ് ഉറങ്ങി എനിക്കാത്ത സമയം കേട്ടോ. ഞങ്ങൾ മാത്രമാണ് നേരത്തെ എനിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു, കാരണം വിശാലമായിട്ട് ഫുഡൊക്കെ നടന്ന് കണ്ട് കഴിക്കാൻ പറ്റി. പിന്നെ ഫുഡുകളൊക്കെ ഇതേ നമ്മൾ ഫസ്റ്റ് വന്നുകൊണ്ട് എല്ലാതും അവരിതേ ഇതിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കൊടുന്ന് വെക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, നമുക്ക് വേണ്ടത് എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേയും കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ ഒരു വിധത്തിൻ്റെ ടേസ്റ്റൊക്കെ അറിയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ പോയാലും ഇതേ പൂരി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. ഞാൻ പൂരി കണ്ടപ്പോൾ പൂരി എടുത്തിട്ട് പോന്നു. ഇപ്രാവശ്യം ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നോക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് പൂരി കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ പൂരിയും അതിലേക്കുള്ള മസാലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു ഭംഗിക്ക് ഇതേ നൂഡിൽസും പിന്നെ അത് അവിലാട്ടോ, മഞ്ഞ കളറിലുള്ളത് അവിൽ നനച്ച പോലത്തെ ഒരു സംഭവം, അവലിട്ട അതായിരുന്നു. പിന്നെ വിൻഷാട്ടിനും ഇവരും എഗ്ഗ് കണ്ടപ്പോൾ ഇതേ ഫുൾ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാവരും കേട്ടോ. എഗ്ഗ് കണ്ടുകൊണ്ട് മാത്രം ഇന്നലെ വരെ വാരി വലിച്ച് ഫുഡ് കഴിച്ചിരുന്ന ടീംസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത് എഗ്ഗ് കണ്ടപ്പോൾ പിന്നെ ഒടുക്കത്തെ ഡയറ്റ് കിട്ടും. അപ്പോൾ അത് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ കളി വെക്കണത്. വിൻഷാട്ടിനൊക്കെ എന്താണെന്ന് പ്രഹസനം എന്നറിയോ. അപ്പോൾ ഇവർ ഫ്രൂട്ട്സും കാര്യങ്ങളും എഗ്ഗും അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടോ. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ പൂരി അടിപൊളി പൂരി ആയിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റിൽ തന്നെ. ബാക്കിയോ ഇതാണ് എണ്ണത്തി കൂട്ടാൻ പറ്റും. ജിമ്മിനും കൊണ്ടു ഫുഡടി കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം പാക്ക് ചെയ്തിട്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ എല്ലാതും നമ്മുടേതായ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ കാറിൽ ബാഗ് കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മൾ ഇന്ന് ഗോവ ഫുള്ള് ചുറ്റാനുള്ള ഒരു പരിപാടിയാണ്. ബാഗ് കാറിൽ സേഫ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുന്നവരോടും സ്റ്റാഫുകളോടും എല്ലാവരോടും ഇതേ ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വണ്ടി കുറച്ച് നേരമായിട്ട് കേട്ടോ അവിടെ വന്നിട്ട്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതേ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വിൻഷേട്ടൻ വലിച്ചു വരുന്ന ബാഗ് വിൻഷേട്ടൻ്റെ അല്ല, അത് നമ്മുടെ ഹരനടി ആയിരുന്നു കേട്ടോ. പക്ഷേ വിൻഷേട്ടൻ ഒരു ഷോ കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ് ഇങ്ങനെ വലിച്ച് ഇത്ര നല്ല ലുക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അതിങ്ങനെ കാട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അത് ഇറങ്ങാൻ നേരത്തായിരുന്നു തേജുവിന് കേട്ടോ, അമ്മ അവിടെ ഇനിയും കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പോയിട്ട് അവിടെ അങ്ങനെ ഉരസി നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കല്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ അവിടെ നിന്ന് പോരണമെന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അതേ ഞാൻ വെറുതെ കേട്ടോ കുറേ പേര് ഷോർട്സിൽ ഞാൻ കണ്ടു തൊപ്പി ഓവറാണ് ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അത്ര ഓവറായിട്ടോ ബോറായിട്ടോ തോന്നിയില്ല. എനിക്ക് വെക്കുമ്പോൾ കുറച്ച് കംഫർട്ടായിട്ട് തോന്നി, കാരണം എൻ്റെ മുടി കേടാവണില്ല. മറ്റേത് മുടി ഇങ്ങനെ ഫ്രണ്ട് കാറ്റടിച്ചിട്ട് മുടി ഫ്രണ്ടൊക്കെ ഉണ്ടവണ പോലെ തോന്നി. ഇപ്പോൾ തൊപ്പി വെക്കുമ്പോഴേക്കും അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഇന്നത്തെ ദിവസം ഇവിടെ ഒന്ന് കറങ്ങണം. അപ്പോൾ നൈറ്റ് ഒരു 7:30ക്കാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു 50 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞങ്ങൾ പോകണതേ. പിന്നെ റിട്ടേൺ വരുമ്പോൾ ചിലപ്പോൾ ട്രെയിനൊക്കെ മിസ്സാവും. അപ്പോൾ മോർണിംഗ് തന്നെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുക. ഓക്കെ, അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ കാറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് തൊപ്പിയുടെ കാര്യം കേട്ടോ. തൊപ്പി വെക്കാൻ സമയവും സന്ദർഭമൊക്കെ ഉണ്ട് എന്നൊരു ചേച്ചി വന്ന് കമൻറ്റ് ഇട്ടപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും സന്തോഷം, അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൽ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കണത് ബീച്ചിലാണ്. അപ്പം ഇനി കുറേ പേർക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഈ പാക്കേജ് എങ്ങനെയാണ്. ഇപ്പം തന്നെ കമൻറ്റിൽ വരുന്നത് എങ്ങനെയാണ് പാക്കേജ്, എന്താ അതിൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞുതരും.
അതായത് 6,000 റുപ്പീസാണ് പാക്കേജ് ഇപ്പോൾ ഓഫറിലുണ്ട് 4,000. അപ്പോൾ നമുക്ക് എത്രയാണ് ഇപ്പോൾ പേഴ്സൺ അതിന് വരിക. അപ്പം ഇതിൻ്റെ കൂടെ എനിക്ക് നോർത്ത് ഗോവ സൗത്ത് ഗോവ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഫുള്ള് കവറേജ്, പിന്നെ നിങ്ങൾക്ക് ഒരു ക്രൂസ് ഡിന്നർ ഉണ്ടാവും, ഷിപ്പിൽ പോവാം. അങ്ങനെയുള്ള ഗോവ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു 4 ഡേയ്സിലെല്ലാം കവറേജ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പം ഒരു വിവാഹ ഹോളിഡേയ്സിൻ്റെ കാർഡും കൂടെ നിങ്ങൾക്ക് തരും, പ്രിവിലേജ് കാർഡ് പോലെ. അതായത് ജസ്റ്റ് 2 കാർഡ് ഉണ്ടാവും, 2 സെക്ഷൻ, ഒന്ന് 499 കാർഡും ഒന്ന് 999 കാർഡും. ഇപ്പം ഇതിന് 2 വ്യത്യാസം ഉണ്ടാവും. അതായത് 499 ആകുമ്പോൾ അത് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റും, അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലാണ് 999 ചാർജ് ചെയ്യുമ്പോഴത്തേന് നേരെ മറിച്ച് 499 3 സ്റ്റാർ ആയിട്ട് മാറും. സോ ഈ കാർഡ് എടുത്ത ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6,000 റുപ്പീസാണ് ഫുൾ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിന് 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ കാർഡുള്ള ടീമുകൾക്ക് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ആരൊക്കെയാണ് കാർഡുള്ളത് അവർക്ക് ഇയർലി 2 ട്രിപ്പ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടമാണെന്ന്, പക്ഷേ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ ഡിസ്കൗണ്ട് ഈ കാർഡുള്ളവർക്ക് കിട്ടും. പിന്നെ നമ്മൾ ഭാവിയിൽ ഇവൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറുള്ള ടീമുകൾക്ക് അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി, ഇല്ലാത്തവർക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത് ഇവൻറ്റ്സിൽ കയറേണ്ടി വരും. അങ്ങനെ നല്ലൊരു ഓപ്ഷനാണ്. അതെ. അപ്പോൾ അതുപോലെ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പം ഇതിപ്പം ഗോവയാണ്, ഇപ്പോൾ കൊക്കോ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇപ്പം ഡോൾഫിൻ റൈഡ് ഡോൾഫിനേക്കാണ് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഡോൾഫിനെ കാണാലോ എങ്ങനെ പറയാം. ഇവിടെ കുറെ ഷോപ്പിങ്ങിന് പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐറ്റംസ് വാങ്ങാൻ ഞാൻ അങ്ങോട്ട് ജസ്റ്റ് പോയേക്കണേ. എനിക്ക് ക്യാപ്പ് വാങ്ങണം കേട്ടോ. ഈ ക്യാപ്പ് വാങ്ങിയായിരുന്നു. ഓക്കെ, തേജുവിന് ക്യാപ്പ് ഉണ്ട്, എനിക്ക് ക്യാപ്പ് ഇല്ല. ഞാൻ ഇന്നലെ നടന്നപ്പോൾ പിന്നെ നമ്മൾ ഓരോ റെന്റിനൊക്കെ കയറുമ്പോൾ അവിടെ വാങ്ങി വയ്ക്കുമ്പോൾ നാശാവെന്ന് പറഞ്ഞു. എനിക്കിനി ക്യാപ്പ് വാങ്ങണം. പിന്നെ ഇവിടെ ഡോൾഫിൻ റൈഡ് ഉണ്ട് കൊക്കോ ബീച്ചിലെ മണപ്പുള്ളത്. ഇവിടെ വന്നത് ഈ ഒരു തൊപ്പില്ലാണ്ട് ഒരു കളിയില്ലാണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു ക്യാപ്പ്. നല്ല രസം നടന്നിട്ടോ, നല്ല കഷ്ടം. വലിയ റേറ്റ് ഒന്നും തോന്നിയില്ല, 150-200 രൂപയ്ക്കായിട്ട് റേറ്റ് ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മുന്നത്തെ തൊപ്പിയുടെ കേസ് ഒരു കാര്യം ക്ലിയർ ആക്കാണ്ട്, തേജുവിൻ്റെ തൊപ്പിയാണ് സംഭവം. അത് തേജു ആണെങ്കിൽ ഇറങ്ങാൻ നിൽക്കണ നേരത്ത് തൊപ്പി വെക്കണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവൻ തൊപ്പി എടുക്കും. കുറച്ച് കാറിലൊക്കെ കയറി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൊപ്പി അവൻ വെക്കില്ല. എൻ്റെ കയ്യിൽ തരും, അമ്മ പിടിച്ചോ പറഞ്ഞിട്ട് കൈ പിടിച്ച് നടക്കാൻ കുറച്ച് മടിയായ കാരണം ഈ ബാഗും ഫോണും ഈ തൊപ്പിയും കൂടി കൈ പിടിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി. കാരണം ഞാൻ അതെൻ്റെ തലയിൽ വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, വിൻഷേട്ടൻ പറഞ്ഞു വെച്ചോ നല്ലത്, രസമുണ്ട് കാണാൻ. പിന്നെ ഗോവയിലല്ല നടക്കണത്, അപ്പം അതിൻ്റെതായ ഒരു രസമുണ്ട്, നീ വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു. പക്ഷെ എൻ്റെ അമ്മോ വീഡിയോയിൽ വന്നിട്ട് തൊപ്പി ഓവറാണ്, തൊപ്പി ബോറാണ്, തൊപ്പി ഊരയ്ക്ക് എന്താണ് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, തൊപ്പി വെക്കണതും വെക്കാത്തതൊക്കെ. അതിപ്പോൾ ഇത്ര വന്ന് പ്രശ്നം എന്താക്കാളും എനിക്കറിയില്ല കേട്ടാ. എന്തായാലും ആവട്ടെ. അപ്പോൾ ഞാനെടുത്ത ക്യാപ്പ് ഇതായിരുന്നു കേട്ടോ, വൈറ്റ് ക്യാപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പിങ്ക് ഉണ്ടായിരുന്നല്ലോ, ആ പിങ്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാം. ചില ഐറ്റംസിനൊക്കെ നമുക്ക് നല്ല അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ചിലതിനൊക്കെ എനിക്ക് കുറച്ച് ഓവർ റേറ്റ് ആണോ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ തേജുവിന് ക്രോക്സ് എടുക്കാണ്ട് കേട്ടോ, കാരണം അവൻ മറ്റേ ടൈപ്പ് ചെരുപ്പട്ടിരിക്കുന്നത്. വലിയ ഷൂ അവ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഷൂവിനെ മണ്ണ് കയറുക എന്ന് പറഞ്ഞിട്ട് അവ ഇട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നോർമൽ ഒരു ചപ്പൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അതിൽ നടക്കുമ്പോൾ മണലിൽ കൂടെ നടക്കുമ്പോൾ ചൂട് കയറുക എന്ന് പറഞ്ഞിട്ട് നല്ല മണ്ണ് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അവന് ക്രോക്സ് നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കയ്യുമ്പോൾ ഇങ്ങനെ ബാൻഡൊക്കെ ഇടില്ല, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ, ഞാൻ ഓൾറെഡി എനിക്ക് കയ്യുമ്പോൾ പണ്ട് കേട്ടോ ഞാൻ പഠിക്കുന്ന കാലത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യുമ്പോൾ ഇങ്ങനെ മണിമണിയായിട്ടുള്ള മാലയൊക്കെ ഞാൻ കയ്യുമ്പോൾ ചുറ്റി നടന്നിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ എന്തൊക്കെയോ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ കുറേ അത് നോക്കി, പക്ഷേ ഒന്നിന് 300-400 റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ വിൻചേട്ടൻ പറഞ്ഞു ഇതേ ഒരു കറുപ്പ് ചരട് പോലെയല്ലേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് കാലുമിക്ക് കേട്ടാൻ, അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അതിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ഷിപ്പിൽ കയറാനായിട്ട് പോണത്. അവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ഡോൾഫിനെ കാണാനായിട്ട് പോണത്. ഡോൾഫിൻ ഇങ്ങനെ കടലിൻ്റെ നടുക്ക് ഇങ്ങനെ മുങ്ങി കുളിക്കുന്നത് കാണാൻ. ലാസ്റ്റ് നമ്മൾ തേജപ്പന് ഇതൊരു ചെരുപ്പ് എടുത്തു കിട്ടും. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് അവനെ ഇടാനും, പിന്നെ ചൂടിൻ്റെ പ്രശ്നം വരില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇത് വിൻഷേട്ടൻ ഇവിടെ ബനിയൻ എത്ര 150 റുപ്പീസോ 100 റുപ്പീസോ അങ്ങനെ എങ്ങാണ്ട് റേറ്റ് ഉള്ളൂ കേട്ടോ. അത് കണ്ടപ്പോൾ വിൻഷേട്ടൻ എടുത്തു കിട്ടും 3-4 എണ്ണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ടോപ്പ് ഞാൻ കഴിഞ്ഞ നമ്മുടെ വല്ലപ്പുഴ മിത്ര ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ്. അത് കുറേ പേര് ചോദിച്ചു. സംഭവം ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നാട്ടോ, അത് നമ്മൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ടോപ്പിന് അവർ 799 റുപ്പീസ് പറഞ്ഞ സാധനം നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ട് നല്ല പരിചയമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് 399 അത് എടുത്തു കേട്ടോ. അതിനുള്ളത് തന്നെ ഉള്ളൂ ആ ഒരു പീസ്. ഒരിക്കലും 799 കൊടുക്കാനുള്ള സംഭവമൊന്നും ഇല്ലത്, കാരണം ലൈനിങ് ഒന്നുമില്ല. ഭയങ്കര എന്താ പറയുക ലൈറ്റ് വെയിറ്റ് സാധനമായിരുന്നു കേട്ടോ.
അപ്പം ഞങ്ങളത് ബാർഗെയിൻ ചെയ്തിട്ട് 399 വാങ്ങിയിട്ട് പോന്നു കേട്ടോ. പിന്നെ ഇതേ ഇവിടെ എൻ്റെ നിർബന്ധത്തിലല്ലത് വിൻഷേട്ടൻ വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളിതേ ഷിപ്പിൽ കയറി കേട്ടോ. ഷിപ്പിൽ കയറിയിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ നടുക്കെത്തുമ്പോൾ നമുക്കിവിടെ ഡോൾഫിനെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ മറ്റേ എന്താ ഒരു സിനിമയിലെ ഡോൾഫിൻ ബീച്ച് ഇപ്പം അടുത്ത് എന്തോ ഒരു കൽബ് അതിലാണ് ഞാൻ ഡോൾഫിൻ ആ ഒരു സംഭവം സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്കും അതെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു കാണണം. പിന്നെ നമ്മൾ ആദ്യമായിട്ടല്ല അതൊക്കെ നേരിട്ട് കാണണം ഡോൾഫിനൊക്കെ. തേജുവിനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. വേറെ ഒന്നല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സൂപ്പറാണ്, അടിപൊളി കേട്ടോ. കടലിൽ കൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങള്. എന്താണ് തേജു കണ്ടോ? തേജു എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ടോ? അടിപൊളി. നിങ്ങൾക്ക് എന്നാ മനസ്സിലാവും? നോക്കി നോക്ക്. ചുറ്റൂറും കടലാറില്ലേ? അടിപൊളി കേട്ടോ. ഞങ്ങളിപ്പോ കടലിന്റെ നടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ക്യാമറയിൽ ഫുള്ള് കാണിച്ചു തരാം. ഇവിടെ താഴുണ്ടോ കൂടുതൽ നമ്മളിരിക്കാൻ? എല്ലാ വീഡിയോയിലും തേജോ അത് കാണല്ലോ. ഗൈസ് ഞങ്ങൾ ഡോൾഫിൻ ചാടുന്നത് കാണാൻ വന്നേക്കാണേ. ഗൈസ് ഞങ്ങളിപ്പോ ഡോൾഫിൻ ചാടുന്നത് കാണാൻ വന്നേക്കാണ്. എവിടെ ഡോൾഫിനെ? അവിടെ ചാടുന്നു. അവിടെ അവര് പോണടുത്ത്. മുഖത്ത് മറുകുള്ളവനാണ് ടിങ്കു. ഞങ്ങൾ അത്ഭുത ദ്വീപിലെ കപ്പൽ കണ്ടു കേട്ടോ. ഇതാണ് ഗൈസ് അത്ഭുത ദ്വീപിലെ കപ്പൽ. ആകാശം ഇല്ല, ആ കപ്പൽ കാണുമ്പോ പേടിയോണ്ടില്ലേ? ഡോൾഫിനെ കണ്ടു. ഡോൾഫിനെ കണ്ടു ഗൈസ്. സൂപ്പർ അതാ जेल अभी बंद हो गया, अभी टूरिज्म बन गया. हाँ बंद हो गया, अभी टूरिज्म. ടൂറിസം. ഓ ഇത് മുമ്പ് ജയിലായിരുന്നു അല്ലേ?
നമ്മളടുത്ത് അങ്ങോട്ട് പോകാം, അടുത്ത കൂടെ ആണോ? അപ്പൊ ഇത് മുമ്പ് ജയിലാണെന്ന് തോന്നുന്നല്ലേ? പണ്ടത്തെ ഇത് ഫസ്റ്റ് മുമ്പ് ഇപ്പൊ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയി. ഓ അതില്ലേ, പക്ഷെ ജയില് പോലെ തോന്നണില്ല അല്ലേ? ജിമ്മി उसका कीमत है टिकट और जो आसना बन जाएगी पूरा छोटे इसमें वो आसना बन जाएगी और उसके ऊपर तो व्हाइट कलर की वो है फ्रेंच कलर है चर्च ബാക്കിലല്ലേ ചർച്ച്? ആ കണ്ടു കണ്ടു. ഇതിന്റെ അടിയിലോ? ആണോ? ഇത് ബംഗ്ലാവാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ബംഗ്ലാവ്, ജിമ്മി ബംഗ്ലാവ്. ജിമ്മി, ഓ അത് തന്നെയാണ് ബംഗ്ലാവിന്റെ പേര്. അങ്ങനെ ഇതേ ഷിപ്പിൽ ഫുൾ കറങ്ങിയിട്ട് ഞങ്ങളിതേ കരയ്ക്ക് കയറി കിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മറ്റേ വിഷ്ണുവേട്ടൻ്റെ സിസ്റ്ററിന് എന്തെങ്കിലും കൊടുക്കണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിതേ മാല വാങ്ങിയിട്ടോ. അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ എന്തൊരു ഓഫർ പോലെ പറഞ്ഞപ്പോൾ 2 എടുത്തു. ഒരെണ്ണം ഞാനും എടുത്തു, ഒരെണ്ണാൾ സിസ്റ്ററിനും എടുത്തു കേട്ടോ. ഡോൾഫിനെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളായിട്ട് മാറിയിട്ടോ. സത്യം പറയാലോ, ഞങ്ങളുടെ എന്താ പറയുക അലർച്ച കേട്ടില്ലേ നിങ്ങൾ? സ്പോട്ടല്ല ഫോർട്ട്. അപ്പൊ ഇതേ പറഞ്ഞ പോലെ നമ്മൾ പഗോഡ ഫോർട്ടിലാട്ടോ നിൽക്കണത്. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഷിപ്പിൽ പോവുമ്പോൾ നമുക്ക് കാണിച്ചു തന്നൂല്ലോ ആള്. എന്താ പറയുക, പണ്ട് ഇവിടെ മുമ്പ് ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അത് ജയിലായിരുന്നു അത്രേ, പണ്ടത്തെ ജയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ അവരൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് മാറ്റിയേക്കാണ്. ഇങ്ങനെ നടന്ന് കാണാനും അത്യാവശ്യം നല്ല രസമാണല്ലോ, തൊട്ടപ്പുറത്ത് ബീച്ചും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും അതല്ല, ഇവരെല്ലാവരും അതാട്ടോ പറഞ്ഞിരുന്നത്, ജയിലോ ഇതോ ഭയങ്കര വൈബാണ്, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഇതാണെന്നൊക്കെ കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് കൂടെ മാത്രം കേട്ടോ, ഈ ഒരു വഴി കൂടെ നടന്നുള്ളൂ. അതിൻ്റെ നമ്മൾ കപ്പലിൽ പോകുമ്പോൾ ജയിലുള്ളത് എന്താ പറയാ ഇതാക്കിന്ന് പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ജയില്. അതാണ് നമ്മളതിൽ പോകുമ്പോ കണ്ടില്ലേ ജയിലാന്ന് പറഞ്ഞത്, ആ സംഭവല്ലേ, അതാണ് ഇട്ടത്. ആ ഫോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടോ, വെള്ളത്തിൽ കൂടെ പോകുമ്പോ കാണിച്ചു തന്നത്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊള്ളുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കണ്ണാടിയും തൊപ്പിയും ഒക്കെ വാരി വലിച്ച് വെച്ചിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡള്ളാവുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആകുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ സ്കിന്ന്, രാത്രി എന്നല്ല നമ്മൾ ട്രെയിനിലൊക്കെ കയറി പിറ്റേന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ് കാണാം കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ട് തോന്നും. തേജൊക്കെ എന്താ പറയുക, നമ്മൾ പറയില്ലേ കരിവാളിച്ചു എന്ന്, അതേപോലെ തേജൊക്കെ ആകെ മൊത്തം ഡള്ളായിട്ടുണ്ടായിരുന്നു. അമ്മാതിരി വെയിലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഇത് തോന്നിയത്, ഈ ഒരു കണ്ണടയും തൊപ്പിയും ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അത്ര വെയിലിൻ്റെ ശല്യം എഫക്റ്റ് ചെയ്തില്ല. ഞാൻ എന്നിട്ട് പറയണ്ടേ, ഈ പിള്ളേരൊക്കെ ഈശ്വരം എങ്ങനെയാണ് നടക്കണ്, നമുക്ക് മോളിക്കൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ കണ്ണങ്ങനെ പൊളിച്ചു പോവും, അത്ര വെയിലുണ്ട്. കുറേ പേരിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയണ്ടേ, എങ്ങനെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ വെയിൽ. ചിലപ്പോൾ നമ്മളിങ്ങനെ വെയിലത്ത് പുറത്തിറങ്ങിയിട്ട് ശീലമില്ലാത്തതുകൊണ്ടാണോ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇതിവിടെ എത്തിയപ്പോൾ വിൻചേട്ടൻ ഫോട്ടോഗ്രാഫറായിട്ട് മാറിയിട്ടു. ഒരുവിധം ഫാമിലീസൊക്കെ വിൻചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുത്തരും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കിതുണ്ടായിരുന്നല്ലേ, പക്ഷെ അവിടെ എന്താ വേലിയേറ്റം വന്നില്ലേ, നമുക്ക് പാരസൈലിംഗ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ വേലിയേറ്റം വന്നു. അത് നിങ്ങൾക്ക് ഇന്നലെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീണ്ടും കപ്പലിൽ ഫോട്ടോ എടുത്തരും. ഉള്ളു പോടാ.
ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ട്രിപ്പ് സെറ്റ് ചെയ്തത് വിവാഹ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ്. അപ്പോൾ അതിൽ സ്റ്റാഫുള്ള കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം സ്റ്റാഫ് മീൻസ് നമ്മള് സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ കൂടെ പിറപ്പുകൾ പോലെയായി. കാരണം നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ എന്നുള്ള രീതിയിലായി. അവർ രണ്ടുപേരായാലും സെറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒന്നും നമുക്കറിയില്ല, നമുക്ക് സ്പോട്ടൊന്നും അറിയില്ല. നമുക്ക് ആദ്യമായിട്ടാണ് വരണത്. പിന്നെ അതല്ല, നമുക്കൊരു ഫാമിലി ആയിട്ട് വരണല്ലേ, നമുക്ക് അത്രയും കംഫർട്ട് ഫീൽ ചെയ്യണ്ടേ ഫാമിലി ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അവർ എല്ലാം കൊണ്ടും നമുക്കൊരു ബ്രദർ എന്നുള്ള പോലെ തന്നെയായിരുന്നു നമ്മളെ എല്ലാ സ്പോട്ടിലും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ചെയ്തെന്ന്. അത് അതിനിപ്പോൾ താങ്ക്സ് വേണ്ടത് നമുക്ക് വിവാഹ ഹോളിഡേയ്സിനോട് തന്നെയാണ്. കാരണം അവർ സെറ്റാക്കി തന്ന ടീമാണല്ലോ. അതെ, എന്തായാലും ഞങ്ങൾ ഫുള്ള് അടിച്ചു പൊളിച്ചിട്ടോ. തേജപ്പനും ആണല്ലേ, ഇത് ഒരാളും ഇങ്ങനെ ചെയ്യില്ല, അവരിപ്പോൾ വന്നിട്ടുള്ള ആളാണ്. അവരുടെ കുട്ടിയെ പോലെ തന്നെ അവരെ കെയർ ചെയ്ത് കിടക്കുകയാണ്. അത് എവിടെയും കിട്ടില്ല നമുക്ക് ഈ ഇതിട്ടാ കെയറിങ്. അത് പ്രത്യേകിച്ച് പറയേണ്ട സംഭവം തന്നെയാണ്. കാരണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളായാലും തന്നെ, ഇപ്പോൾ ഞാനായാലും അവളായാലും കുട്ടീനെ പിടിച്ച് കിടക്കണം. ഇത് കണ്ടില്ലേ, ഫുൾ ടൈം അവരൊപ്പം ഉണ്ട്. കാരണം അവൻ തന്നെ ഒരാളുടെ അടുത്ത് പോകാത്ത ഒരാളാണ്. അതാണ് മെയിൻ സംഭവം. നിങ്ങൾക്ക് തേജുവിനെ അറിയണ്ടാവും, തേജു വേറൊരാളുടെ അടുത്ത് ഈ പോവില്ല. പക്ഷെ അവൻ കണ്ടില്ലേ, അവരൊപ്പം നടക്കുക. നമ്മളെന്ന് വേണ്ട അവന് സത്യം പറയാ. അതെ, നിങ്ങൾക്ക് ഇതുപോലെ ട്രിപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരട്ടോ. ഞങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുക എങ്ങനെയാണ് അവരുടെ അതിലെ പാക്കേജും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ അതിനെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം നമുക്ക് അത്ര ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെങ്കിൽ ട്രസ്റ്റ് ചെയ്യണം നമുക്കല്ലേ. ഇപ്പൊ എത്ര ഏജ് ആയിക്കോട്ടെ, ചെറിയ ഏജ് ആയിക്കോട്ടെ, വലിയ ഏജ് ആയിക്കോട്ടെ, ആർക്കൂട്ടോ എല്ലാവർക്കും അവര് നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാട്ടോ. അവര് അത്രയും കംഫർട്ടാണ് അവർക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ഒരു വൈബ് കിട്ടുമോ, മീൻസ് ഞങ്ങളുടെ വൈബ് പറഞ്ഞ ഒരു അറിയാലോ, നമ്മുടേതായ ഒരു സേഫ് സോണ്, അത്രേ ഉള്ളൂ. ആ സാധനം കിട്ടും എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ്, ഇവരൊപ്പം കൂടിയപ്പോൾ തന്നെ ട്രെയിൻ തന്നെ നമ്മൾ ഭയങ്കര കമ്പനിയായി, ഭയങ്കര സെറ്റായി. പിന്നെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു കമ്പനി തന്നെയാണ്, നമ്മുടെ ഒരു ബ്രദർ, അത്ര തന്നെ. ആളിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ നാഷണൽ ചെയ്യുന്നുണ്ട്. കുറെ പാക്കേജ് ഉണ്ട്. നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അവർ കുറേ പ്ലേസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ഗോവ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്യണോ. അപ്പോൾ ഗോവയ്ക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പ്ലേസ് പറഞ്ഞത്. ഓൾറെഡി ഇല്ല, നിങ്ങൾ പറയുന്ന പാക്കേജ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തരാം, ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ പ്രിഫർ, അത് കസ്റ്റമർ എന്ത് പറയുന്നു അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യാം. അല്ലാതെ നമ്മൾ തന്നെ ഡെസ്റ്റിനേഷൻ സെറ്റാക്കിയിട്ട് കൊണ്ടുപോയില്ല. നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ ഡെസ്റ്റിനേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെയാണ് കിട്ടും. അപ്പൊ എനിവേ എന്തായാലും സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. ഞങ്ങൾക്കൊരു ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നത്. കാരണം വേറെ ഒന്നല്ല, ഒരു കെയറിങ് ആയാലും നിങ്ങളുടെ ബോണ്ടായാലും നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ട്, അത് സംഭവം പറഞ്ഞായിരിക്കും. പിന്നെ മെയിൻ ആളിതാ, ഇപ്പൊ എന്താ പറയാ, നമ്മള് ഫാമിലി പോലെ ആയിട്ട് ഞങ്ങളെല്ലാവരും. തേജു ഒന്നും ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് എൻജോയ് ഇല്ല. പക്ഷെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് തേജോ അവരൊക്കെ ഇഷ്ടമായോ എല്ലാവരെയും? സൂപ്പർ അല്ലേ? കണ്ടോ തേജുവിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ? തേജു ഒരാളുടെ അടുത്ത് പോകാത്ത ഒരാളാട്ടോ. പക്ഷെ എല്ലാവരും സെറ്റാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ദേ നമ്മൾ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു തേജുവിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കും വിൻചേട്ടനും ആണ്. എന്നിട്ടോ ഞങ്ങളുടെ വിൻചേട്ടൻ പറയും, നീ എന്തിങ്ങനെ കിടന്ന് തുള്ളിച്ചാടണം എന്നൊക്കെ പറയട്ടെ ഇടയ്ക്ക്. കാരണം നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. എനിക്ക് എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട്, ഇപ്പം എനിക്ക് 25 വയസ്സായില്ലേ, 25 വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണത് കേട്ടോ. അപ്പം അതിൻ്റെയാണ്. പിന്നെ ഇതേ അവിടെ അവർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മീനെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇവരിങ്ങനെ വെറുതെ ചൂണ്ട പിടിച്ച് നിൽക്കുക
പിടിക്കാമെന്ന്. പക്ഷെ ഇവർ മീനെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നേരമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. തിരിച്ച് വരുമ്പോഴാണ് ഇവർക്ക് മീനെ കിട്ടിയത് തോന്നുന്നു. അടുപ്പിച്ച് അവരിങ്ങനെ മീനങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് കുറച്ച് നടന്ന് നീങ്ങിയിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ നിന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒടുക്കത്തെ വെയിലാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയിട്ടോ. കണ്ടോ തേജുവിൻ്റെ തൊപ്പി കണ്ടോ? തൊപ്പി അവൻ കുറച്ച് കഴിഞ്ഞാൽ പൂരി കൊടുക്കും, നമ്മൾ പിടിക്കണം. എനിക്കിങ്ങനെ പിടിച്ച് നിറക്കാനുള്ള മടി കാരണമാണ് ഞാനത് തലയിൽ വെച്ചത്. പക്ഷേ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഞാൻ അപ്പോൾ തൊപ്പി വെക്കാണ്ട് നിറക്കാനൊന്നും പോകണില്ല. എനിക്ക് വെക്കാൻ തോന്നി ഞാൻ വെക്കും, അത് വേറെ കാര്യം. അപ്പോൾ അതേ നമ്മളിപ്പോൾ വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഓൾഡ് ചർച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാട്ടാം. എവിടെയാണ് ചേട്ടാ? ഓൾഡ് ചർച്ച്. ഓൾഡ് ചർച്ച്. അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചിലേക്ക് വന്നിരിക്കുക കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇന്ന് സൺഡേ ഉണ്ടോ തോന്നണം. എത്ര ആളോ? അങ്ങനല്ല, സൺഡേയില് പ്രത്യേകിച്ച് വിസിറ്റേഴ്സ് കൂടുതലോ, അങ്ങനെയല്ലേ? അതെ, സൺഡേ ആണല്ലോ പള്ളി. സൂര്യ വായ നോക്കി നടക്കുകയാണ് കണ്ടോ ചെക്കന്മാര് വരുമ്പോൾ. ഇതാട്ടോ പള്ളി. അവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ തേജുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടോ. ക്രീം മീൻസ് ഇതെങ്ങനത്തേത്. അപ്പോൾ ഞാൻ മാംഗോ ബാറും തേജു ചോക്കോ ബാറും വാങ്ങി. അവർക്ക് ചോക്കോ ബാർ മതി പറഞ്ഞപ്പോൾ അവർ അതായിട്ട് വാങ്ങിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മാംഗോ ബാറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ഇവിടെ ചില വേറെ ചില കോർണർ ഉണ്ടാവില്ല, അവിടെ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെറിയ രീതിക്ക് കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ആൾക്കാരിങ്ങനെ എടുക്കണ കണ്ടപ്പോൾ ആ ഒരു സ്പോട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ചിലയിടത്ത് നമ്മൾ ഫോൺ കാണുമ്പോൾ തന്നെ പറയും അവർ ക്യാമറ യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. ഇങ്ങനത്തെ കുറച്ച് നമുക്ക് കാണാനായിട്ട് ഞാനിവിടെ നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളി പോയിട്ടുണ്ട്. പുത്തമ്പള്ളി പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഈ വേറൊരു ചർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര വലുതിലേക്ക് പോണത്. അപ്പം നല്ല പീസ്ഫുള്ളായിട്ട് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. അവിടെ എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നടന്ന് കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. തേജോ എന്തായി ചർച്ച? സൂര്യ ചർച്ച ഉണ്ട് എന്ത് മൊത്തത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചർച്ച അടിപൊളി കേട്ടോ. കുറെ വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല അവിടെ പല കോർണറിലും. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല, കിട്ടുന്നതൊക്കെ എടുത്തിട്ടുണ്ട്, എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോട്ടെ ഞങ്ങള്. ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നീങ്ങിയപ്പോഴേക്ക് ഇതേ ഇവർ ഓരോരുത്തർ ഇങ്ങനെ മിസ്സിങ് ഔട്ട് ഓരോന്നൊക്കെ വിൽക്കാൻ വരുമ്പോൾ അത് വാങ്ങും. അപ്പോൾ അതേ വിഷ്ണുട്ടൻ വീണ്ടും വിഷ്ണുട്ടൻ്റെ കസിൻസിന് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ നിൽക്കണത്. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് സംഭവം അവർ കയ്യിലാക്കിയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ കയറി. ഫുഡ് നമ്മൾ പറഞ്ഞു കേട്ടോ. കുറച്ച് നേരം ഇരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള വലിയൊരു ഹോട്ടലായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജൊക്കെ ഞാൻ ആ നേരം കൊണ്ട് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി ആട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. സത്യം പറയാം, എനിക്ക് ഇവിടുത്തെ മസാലയുടെ കൂട്ടം അധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങൾ ഇവിടുന്ന് ഗോവ മിഠായി വാങ്ങി. ഈ മിഠായിയുടെ പേരെന്താണ്? ഗോവ മിഠായിയോ? ഒരെണ്ണത്തിന് 50 ഞങ്ങൾ വില വെച്ചിട്ട് 5 എണ്ണത്തിന് 100 രൂപ. 100 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങി ഞങ്ങളത്. കുന്നമിൻ ചേട്ടൻ ഫസ്റ്റത്തെ ആള് പറ്റിച്ചു. ചേട്ടൻ ഒരെണ്ണം കറക്റ്റ് വാങ്ങിട്ട് പോന്നു. ഞങ്ങൾ അപ്പുറത്തെ ആളോട് വില വെച്ച്. അപ്പൊ എന്തിനാ ആള് തന്നല്ലേ? ആളെന്നല്ലേ പറഞ്ഞേ 5 എണ്ണം എടുത്തോ, നല്ലതാണല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങള് കോൾവ ബീച്ച് എത്തിട്ടോ. ഗോവയിലെ കോൾവ ബീച്ച്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് കാറിൽ കുറച്ചേരം ഒന്ന് ഉറങ്ങി. 1 മണിക്കൂറുണ്ടായിരുന്നു അവിടുന്ന് റണ്ണിങ്. നമ്മുടെ ചർച്ചിൽ നിന്ന് 1 മണിക്കൂറുണ്ടായിരുന്നു കോൾവ ബീച്ചിലേക്ക്. അപ്പോൾ കോൾവ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ചേച്ചി ഏതാണ്? കോകളല്ല, കോൾവ. ഇത് സൂര്യ ഉറങ്ങിയപ്പോൾ ഒന്ന് ഡൗൺ ആയതാ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം എത്ര? 4:15. അപ്പോൾ ഓക്കെ, കാണാം.
സത്യം പറയാറ് ഈ ഒരു സമയത്ത് എനിക്ക് നടക്കാൻ പോലും വയ്യാണ്ടാണ് ഞാൻ നടക്കുന്നത്. ഒരുപാട് കണ്ടു, പക്ഷെ വെയിൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ വെള്ളത്തിൽ ചാടണം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത്. എനിക്കാണെങ്കിൽ ഉള്ളിൽ ഒന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരുന്നാൽ മതി വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബീച്ചിലുള്ളത് ഇവിടുന്ന് ഒരു 6 മണി വരെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ്. കാരണം 7:30-ക്കാണ് 7 മണിക്കാണ് ട്രെയിന്. അപ്പോൾ അതുവരെ ഒന്ന് ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ടേ അതുപോലെ ലാസ്റ്റാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊന്നും ഇങ്ങനെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ വെച്ചാൽ നമുക്ക് പറ്റില്ല. അത്യാവശ്യം ആൾക്കാർ, നല്ല ഫാമിലിയും എല്ലാവരും കൂടി നന്നായിട്ട് കളിച്ച് ഇതാവുന്നുണ്ട്. എല്ലാവരും അത് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നല്ലതായിരുന്നു. ഞാൻ എവിടെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്പോട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെക്കോ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പിച്ചു കേട്ടോ. ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ ഇറങ്ങണില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവരുടെ എല്ലാ ഐറ്റംസും എൻ്റെ മേത്ത് തൂക്കിയിട്ട് വന്നിട്ടാണ് എല്ലാവരും പോയിക്കണത്. കണ്ണട, പേഴ്സ്, വാച്ച്, ഒരുവിധം എല്ലാതും എൻ്റെ ദേഹത്ത് ഇങ്ങനെ മാല പോലെ. ഞാൻ വിചാരിച്ചു എന്നെ വല്ല ആൾക്കാർ കണ്ണട വിൽക്കാൻ നിൽക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കണ്ണട ചോദിക്കുമെന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും 1-2 കണ്ണട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മൊത്തം എൻ്റെ മേത്താട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഇത് ഈ പാരാസൈലിംഗ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാട്ടോ. കാരണം നമുക്ക് ആ ഒരു വേലിയേറ്റം കാരണം ഇത് മിസ്സായി. അപ്പോൾ അത് എനിക്കിങ്ങനെ റിപ്പീറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇത് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുന്നത് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ അതേട്ട വേലിയേറ്റം വരുമ്പോൾ കുറേ പേര് ഇതുപോലെ കുറച്ച് പേരേനൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. തേജും എല്ലാവരും കേട്ടോ, അവരിത് ബീച്ചിലിറങ്ങി നല്ല കളിയാണ്. ഞാനിവിടെ ഇരുന്നു നോക്കി വയ്യ, ഭയങ്കര ക്ഷീണം. ഞാനിവരുടെ എല്ലാതെ കണ്ണട, ഫുൾ കണ്ണട എൻ്റെ മേത്താണ്. ഡ്രസ്സ്, ബാഗിൽ ഫോണ് ഒക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നല്ലൊരു ഇരുട്ട് ഫീലാട്ടോ ഈ സ്ക്രീനിൽ തോന്നണത്. പക്ഷേ ഇരുട്ടല്ല, അവിടെ നല്ല വെയിലായിരുന്നു, നല്ല വെളിച്ചമായിരുന്നു. പക്ഷെ എന്ത് ഈ വീഡിയോയിൽ ഇത്ര ബ്ലാക്ക് കളർ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ കണ്ണട വെച്ച കാരണം എനിക്ക് ആ ഒരു ഇരുട്ട് ഫീൽ ഉണ്ടായിരുന്നു. അതേ ഫീലാണ് എനിക്കിപ്പോൾ ഈ സ്ക്രീനിലും തോന്നണത് കേട്ടോ. പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും എല്ലാവരും അതേട്ടാ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ തേജപ്പൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. തേജപ്പൻ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത്. തേജു വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയോ? തേജു എങ്ങനെ പോയി? വലിയ തിരമാല വന്നിട്ട് തേജു വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒക്കെ പോയെന്ന് വന്ന് പറഞ്ഞോട്ട് എൻ്റെ അടുത്ത്. ഇത് പിന്നെ വിഷ്ണുട്ടേ വാച്ചും ഇതൊക്കെ കൊടുത്തിട്ട് എൻ്റെ കൈ കെട്ടിത്തരാ കേട്ടോ. ആൾക്കും വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാതും ഇതേ വാച്ച്. എന്താ വെള്ളത്തിന് ഉപ്പുണ്ട്. ഞാനങ്ങനെ ക്യാമറകളും കൂടി ആയിട്ടോ ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ട് ഗൈസ്? വെള്ളത്തിന്റെ അടി കണ്ടിട്ടും വെള്ളത്തിൽ ഉപ്പുണ്ട് എന്ന് അറിഞ്ഞോണ്ടാ തോന്നുന്നു തേജ് പിന്നെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പോയിട്ടില്ല. ഇവിടെ വെള്ളത്തിന് പഞ്ചസാര ഉണ്ടായില്ല, പഞ്ചസാരയിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ പറയണത് കേട്ടോ. എന്നിട്ട് ഇതേ അപ്പൊ അതേ ഇവിടെ വന്നിട്ട് മണ്ണിലായിട്ടോ പിന്നത്തെ കളി. പിന്നെ ഞങ്ങൾ വേഗം പോവാൻ നോക്കുകയാണ് കേട്ടോ. ഇനി ഇവര് ഇവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ പോയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഗോവയിൽ വന്നിട്ട് ഗോവയിലത്തെ ബീച്ചിൽ ചാടിയിൽ പറഞ്ഞ മോശമല്ലേ, അടിച്ചു ചേർത്തുണ്ട്. സൂര്യ മാത്രം ഇറങ്ങിയില്ല കേട്ടോ, ബാക്കി എല്ലാവരും ഇറങ്ങി. അവള് മേക്കപ്പുകളെ കുറിച്ചിട്ടേ അവളെ ഇറങ്ങിയില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഇതേ വണ്ടിയിൽ കയറിയിട്ട് നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്. 7:30 കേട്ടോ വൈകിട്ട് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്, കൊച്ചിക്കുള്ള ട്രെയിൻ. അപ്പോൾ നമ്മൾ ഷൊർണൂർ ഇറങ്ങും, ഇവർ കൊച്ചിയിലാണ് കേട്ടോ, അവിടെ ഇറങ്ങും. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ട്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് അവർ കോഴിക്കോടുള്ളവരായിരുന്നു, നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ അവർക്ക് ടാറ്റൊക്കെ കൊടുത്തേക്ക് ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ അച്ഛനും അവരുടെ അമ്മയും കസിൻസും എല്ലാവരും ഉണ്ട്, എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ടാറ്റ കൊടുത്തു കേട്ടോ നമ്മൾ. പിന്നെ നമ്മളിതേ നമ്മുടെ സീറ്റിൽ വന്നിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഡെസ്പായിട്ടോ, ട്രിപ്പൊക്കെ കഴിഞ്ഞല്ലോ, തിരിച്ചു പോവല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഇനി അടുത്ത ട്രിപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിലാട്ടോ. പിന്നെ അതേ രാത്രി ഒരു 8-9 മണി 7:30 ട്രെയിൻ. അപ്പോൾ 8:45 ആയപ്പോഴത്തേക്കിങ്ങനെ ബിരിയാണി പോണ് കണ്ടു. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ എല്ലാവരും കൂടിയിട്ട്. പിന്നെ നമ്മൾ വേഗം എടുക്കാൻ നോക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാം നമ്മൾ സ്ലീപ്പറാലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കിടന്നു. വേഗം ഉറങ്ങി കേട്ടോ, ഞാനൊക്കെ വേഗം ഉറങ്ങി. വിൻഷേട്ടനായിരുന്നു പിന്നെ നേരം വൈകി കിടന്ന ആൾ തോന്നുന്നു.
അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ നാട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്ന നമ്മുടെ ട്രിപ്പ് ഗൈഡ് ചെയ്തെന്ന് ഒന്ന് ഷിയാസ് ബ്രോ ഒരു ഹായ് പറയൂ. പിന്നെ വിഷ്ണു ബ്രോ. അപ്പോൾ എന്തായാലും സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അപ്പൊ കാണാം. അടുത്ത ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ തന്നെ വിളിക്കുള്ളൂ, വേറെ ആരും വിളിക്കില്ല. ഓക്കെ, ബൈ. എന്താണ് വിഷമണ്ടോ? തേജോ വിഷമണ്ടോ പോകുമ്പോ? ഇല്ലേ, എന്തായാലും ഞങ്ങളുടെ ഒരു 3 ദിവസം എന്തായാലും നല്ല വൈബായിട്ട് പോണ്. പിന്നെ തേജുവിന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതേ പഴംപൊരി വാങ്ങിയിട്ടോ. നമ്മൾ അവിടുന്ന് അത് കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ട് റൂമിൽ ഇരുന്നു കിട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. വണ്ടിയിൽ റെസ്റ്റ് തന്നെയാണെന്ന്, പക്ഷേ വീട്ടിലെത്തിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം. പിന്നെ ട്രിപ്പ് എന്ന് പറയാൻ ഒരു രക്ഷയില്ല, നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇത്ര ലോങ് പോണത്. ഞങ്ങള് ഫ്രൈഡേ മോർണിംഗ് പോയിട്ട് ഇപ്പോൾ മൺഡേ മോർണിംഗ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ദിവസം ഞങ്ങള് സത്യം പറഞ്ഞ എല്ലാം മറന്നിട്ട് സെറ്റായി പറന്നെടുക്കാൻ. നമ്മളിങ്ങനെ പോയിട്ടില്ല. മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പോയിട്ടില്ല. പിന്നെ നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്തിട്ട് പോയത്. നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ വിവാ ഹോളിഡേയ്സ് പറഞ്ഞൊരു ഫ്രണ്ട് പറഞ്ഞ സജസ്റ്റ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, അവർ അടിപൊളിയാണ്. സ്റ്റാർട്ടിംഗ് ആണ് കേരളത്തിൽ, അവർ സ്റ്റാർട്ടിംഗ് കേട്ടോ. അവർ നോർത്തിലും ഇവിടെ ഉണ്ട്, കേരളത്തിൽ സ്റ്റാർട്ടിംഗ് ആണ് അവർ. അപ്പോൾ ഒന്ന് പോയൊക്കെ ജസ്റ്റ് സജഷൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ പാക്കേജിന്റെ റേറ്റും കുറവാണ്, നമുക്കത് നോക്കണല്ലോ. ഓഫർ ഉണ്ട്. അപ്പോൾ റേറ്റും ഇപ്പോഴത്തെ റേറ്റിൽ ഓഫർ റേറ്റിൽ ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയ കാരണേ. അപ്പോൾ അങ്ങനെ സംഭവം എന്തായാലും അടിപൊളി. ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് അല്ലേ, ആരും അറിയാത്തവരല്ലേ, ഇതിപ്പോൾ ആരും ഒപ്പം ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇവളൊക്കെ ആയാലും ഇപ്പോൾ നമുക്ക് അറിയണവരൊന്നുമില്ലല്ലോ, വേറെ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോ ഷിയാസ് ബ്രോ അതുപോലെ തന്നെ വിഷ്ണു ബ്രോ രണ്ടാളും കട്ടയ്ക്ക് സപ്പോർട്ട് ആയിരുന്നു. ഞങ്ങളെ ഒരേ വേലത്തിലുള്ള ആൾക്കാരെ കിട്ടി, അങ്ങനത്തെ മൈൻഡായിരുന്നു. കാരണം നമ്മുടെ കൂടെ പിറപ്പുള്ള പോലെ അവര് ഫസ്റ്റ് ദിവസം ട്രെയിനിൽ പോകുമ്പോൾ നമുക്കൊരു ചടപ്പുണ്ടായിരുന്നു. ട്രെയിനിൽ കയറി ഇരുന്നു, ജസ്റ്റ് പരിചയപ്പെട്ടു. അറിയില്ല, നമുക്കറിയില്ല. അതെ, അറിയില്ല. അത് ജസ്റ്റ് പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ട്രെയിനിൽ അധികം സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു, അങ്ങനെ ഇറങ്ങി. പിന്നെ ഈവനിങ് ഇറങ്ങി, പിന്നെ റൂമിലെത്തി. അപ്പോഴാണ് ഞങ്ങളൊന്ന് കമ്പനി ആവണത്. പിന്നെ മനസ്സിലായി നമ്മുടെ വേലത്തിലുള്ള ആൾക്കാരാണ്. എന്തായാലും അടിപൊളിയായി, ട്രിപ്പ് സൂപ്പറായി. അവരുള്ളതുകൊണ്ട് ഒന്നുകൂടി ഗൈഡ് ചെയ്തുകൊണ്ട് സെറ്റായി. കാരണം ഒരാളില്ലാണ്ട് നമുക്ക് ഒരാളില്ലാണ്ട് ഗോവ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും അറിയില്ല. പിന്നെ നമുക്ക് വണ്ടി വേണം. വണ്ടി ഇല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് പോവുക ബസ്സിൽ പോവുക ഒന്നും എളുപ്പമില്ല. പിന്നെ അവിടെ പോയിട്ട് സ്കൂട്ടി റെന്റ് എടുക്കണം. പക്ഷെ അതൊക്കെ ചടപ്പാണ്. മീൻസ് അത് നമുക്ക് കിടക്കില്ല. ഈ സാധാരണ ഫാമിലിക്ക് കിടക്കില്ല. മീൻസ് നമ്മളിപ്പോ 2 ചെക്കന്മാരാണെങ്കിൽ നമുക്ക് വിഷയമല്ല, അല്ലെങ്കിൽ 3 ചെക്കന്മാരുടെ വിഷയമല്ല. പക്ഷെ കുട്ടീനായിട്ടും വൈഫിനൊക്കെ ആയിട്ട് പോകണമെങ്കിൽ പാക്കേജ് എടുത്ത് പോകും ബെറ്റർ. അപ്പൊ എന്തായാലും ഇവര് നമുക്ക് സെറ്റാക്കി തന്നല്ല, നമ്മുടെ കൺസെപ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നമ്മളെല്ലാം അടിപൊളി ട്രിപ്പ്. അപ്പൊ ഞാൻ വേണമെങ്കിണ്ടല്ലോ ഇതില് അവരുടെ കോണ്ടാക്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ മാത്രമല്ല അവർക്ക് ഒരുപാടില്ല, മൂന്നാറുണ്ട്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അങ്ങനെ പോണെന്ന് പറയുന്നത് അവര് സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഗോവ പോകണം പറഞ്ഞു. അപ്പൊ അവര് ഗോവ ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനാണോ? ഇട്ടില്ല ഞാൻ. അപ്പൊ ഗോവ സജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങള്. അപ്പൊ ഗോവ അടിപൊളി സ്ഥലം കേട്ടോ, നല്ല പ്ലേസാ, നല്ല വൈബ് സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമില് ഇറക്കാം. ഓക്കെ, വിവാ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കാം. ഇതുപോലെ ഫാമിലി ആയിട്ടും എങ്ങനെയാണെങ്കിലും പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോലെ ഒരു കുഴപ്പമില്ല, ബെറ്ററാണ്. അവർക്കും ബെറ്ററാണ്, എല്ലാവർക്കും പറ്റിയ ഓപ്ഷനാണ്. അവർ രണ്ടുപേരും അടിപൊളിയാണ്. പിന്നെ അവരുടെ പാക്കേജ് അവരുടെ ടീം സെറ്റപ്പ് ഉണ്ടോ, അവരുടെ ടീം അടിപൊളിയാണ്. അപ്പൊ അവര് മാത്രമല്ല വേറെ ടീം, അവര് സ്റ്റാഫുകളുണ്ട് അവിടെ. അപ്പൊ എന്തായാലും സെറ്റാണ്. ഇവരാണ് അസിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ മൊത്തത്തില്. ഈ ഷിയാസ് ബ്രോ ആൻഡ് വിഷ്ണു ബ്രോ ആണ്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ വിവാ ഹോളിഡേയ്സിനും. അപ്പോൾ ഞാൻ എന്തായാലും വിവാ ഹോളിഡേയ്സിന്റെ ലിങ്കും അതുപോലെ കോൺടാക്ട് നമ്പറും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഹണിമൂൺ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് പാക്കേജ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ എന്തായാലും ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മിസ്സാക്കണ്ട. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ബാക്കി നമുക്ക് വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ ഇനി വ്ളോഗ് ഫുള്ള് കാണില്ല അവർ കേട്ടോ.
അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.